ആഹാ, ഇച്ചിരി താറാവ് കറി ഇങ്ങോട്ട് എടുക്കുക. ഈ പാലപ്പത്തിനകത്തോട്ട് ഒരല്പം താറാവ് കറി അങ്ങോട്ട് വയ്ക്കും. ഹായ്, വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്? ഞങ്ങൾ ചങ്ങനാശ്ശേരി AC റോഡിൽ നിൽക്കുക ഒരു താറാവിനെ മേടിക്കാനായിട്ട്. ഇപ്പോൾ സന്ധ്യയായി, ഇപ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ഒരു താറാവിനെ മേടിക്കാം. ഈസ്റ്ററിന് താറാവൊക്കെ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമല്ലേ. അപ്പോൾ ഇന്ന് ഇത്തിരി ഇരുട്ട് കേട്ടോ, നേരെ സന്ധ്യയായി. നമുക്കറിയാമല്ലോ പകരം ഭയങ്കര വെയിലല്ലേ, വെയിലൊന്ന് താന്നിട്ട് ഇറങ്ങാനായിട്ടാണ്. അപ്പോൾ മഴക്കാരും ഒക്കെ ആയി. ഏതായാലും നല്ല ഒരു അന്തരീക്ഷം, കാരണം നല്ല കാറ്റും ഒക്കെ ഉണ്ട്. താറാവെല്ലാം റെസ്റ്റ് എടുക്കുക വെള്ളത്തിൽ. ഇതിനെല്ലാത്തിനും ഈസ്റ്റർ ആകുമ്പോഴത്തേക്ക് പൊക്കും അല്ലേ. കുട്ടനാടൻ താറാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വളരെ ഫേമസാണ് കുട്ടനാടൻ താറാവ്. കാര്യം വെള്ളത്തിൽ ആറ്റിലും തോട്ടിലൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് നല്ല ഒരു അടിപൊളി ഒരു താറാവിനെ പിടിക്കണം, എന്നിട്ട് നല്ല ഒരു അടിപൊളി കറി വെക്കണം. പാലപ്പത്തിൻ്റെ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കറി. ഇപ്പം നമ്മൾ താറാവിനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വെട്ടിത്തരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്. ഒന്ന് നിങ്ങൾ വെട്ടിയെടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്താൽ വെട്ടി തരാവുന്നതാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം വേണ്ട, ഞാൻ ഇടിക്കാതാലും അറിയാമല്ലോ, ഞാൻ വെട്ടിക്കോളാം. അതൊന്നും ഡ്രസ്സ് ചെയ്താലും മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി വെട്ടിയെടുക്കാം. താറാവ് മേടിക്കാൻ എന്നാ തിരക്കാണ്. താറാവ് മാത്രമല്ല, ഇറച്ചിക്കടയിലും മീൻകടയിലും ഒക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ താറാവെല്ലാം ഇതേപോലെ കറി പീസാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ താറാവ് എണ്ണത്തിനാണ് കാശ്, തൂക്കമല്ല. വേറെ പല സ്ഥലത്തും ചിലപ്പം തൂക്കത്തിനൊക്കെ ആയിരിക്കും, എനിക്കറിയത്തില്ല. ഇവിടെ ഒരു താറാവ് ഇത്ര രൂപ, അതാണ്. കോഴിക്കാകുമ്പോഴത്തേക്ക് തൂക്കമുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. അപ്പോൾ താറാവെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാനൊരല്പം വിനാഗിരി കൊണ്ട് ഒഴിച്ചാൽ കഴുകി. എന്നാന്നറിയാം, താറാവെന്ന് പറയുമ്പോഴത്തേക്ക് ഒരല്പം ഉളുമ്പ് രസമുള്ള വെള്ളത്തിൽ വളരുന്ന സാധനമല്ലേ. അപ്പോൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് താറാവ് കറി വെക്കാം. അറിയാൻ പറ്റുന്നവർക്കും ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. മിക്ക ആൾക്കാർക്കും അറിയാം, എന്നാലും അറിയാൻ പറ്റുന്നവർ കാണും അല്ലേ. നല്ല ടേസ്റ്റിൽ കൂടി തന്നെ നമുക്ക് ആ താറാവ് കറി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇതുണ്ടോ, നല്ല വൃത്തിയായിട്ട് കഴുകി വിനാഗിരിയൊക്കെ ഒഴിച്ചാണ് കഴുകി വെച്ചിരിക്കുന്നത്. പാടുപ്പൊന്ന് കത്തിച്ച ശേഷം ഒരു കടായിയോ നമുക്കിഷ്ടമുള്ളൊരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കും. ഈ കടായി ഒന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇളക്കിയിട്ട് കൂട്ടത്തിൽ നമുക്കൊരു 3 സവോള, മീഡിയം രീതിയിലുള്ള ഒരു 3 സവോള കനം കുറച്ച് എടുത്തിട്ടുണ്ട്. ആ സവോള കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പസമയം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി കൂടെ ഇതിനകത്ത് ചേർക്കണം. ഇത് നമുക്കിതിൻ്റെ അകത്ത് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 തക്കാളി അത് ഇട്ട് കൊടുക്കും. അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയെടുക്കും. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ജാറെടുത്തിട്ട് ഒരു 3-4 പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇതിപ്പം വലിയ എരിവൊന്നുമുള്ള പച്ചമുളകാണ് ഇത്. അടുത്തായിട്ട് നമുക്ക് കറുവാപ്പട്ടയാണ്. ഇത് ചെറുതായിട്ടൊന്ന് ഓടിച്ച് ഇങ്ങോട്ടിട്ടേക്കണം. ഒരു 3 ഏലയ്ക്ക, ഒരു 3 ഗ്രാമ്പ് ഇതുകൂടെ ഇതിൻ്റെ അകത്തിട്ട് കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം അതുകൂടെ ഇട്ട് കൊടുക്കും. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ അരച്ചെടുത്താണ്. സാധാരണ നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് മസാലയൊക്കെ ഇട്ടാണ് റെഡിയാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെ ഒന്ന് അരച്ച് ചേർത്ത് വെക്കും, നല്ല ടേസ്റ്റാണ്. അത് അരച്ചോണ്ട് വെച്ചാൽ ആ സമയം കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. തക്കാളി സവോളയൊക്കെ ഇത് നല്ലപോലെ വഴറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. നമുക്ക് ആദ്യമേ തന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുകൂടെ ഇട്ട് കൊടുക്കാം.
ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി അതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ മേടിച്ചിരിക്കുന്ന ഒരു താറാവാണ്, അപ്പോൾ അതിനുള്ള മാത്രമേ ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ താറാവ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ചേർക്കണം. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചച്ചവ ഒന്ന് മാറിയ ശേഷം ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ അരയ്ക്കാൻ കൊടുത്തിരിക്കുന്ന കേട്ടോ ഇതേപോലെ നല്ല പുറന്ന് അരച്ചെടുക്കുക. ഇനി ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്കൊരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടല്ല, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. കാര്യം ഇത് താറാവെന്ന് പറയുമ്പോൾ അത്യാവശ്യം വേവുള്ളതാണ്. തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചുമ്മാ ഇങ്ങനെ പിച്ചി കീറിയാൽ കിട്ടേക്കണം. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. ഒരു മീഡിയം തീയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കണം. നല്ല അടിപൊളി ഒരു തിളയാണ്. ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ ആവശ്യത്തിന് പച്ചമുളകൊക്കെ അരച്ച് ചേർത്താണ്. എന്നാലും ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം ചേർക്കാവുന്നതാണ്. നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എരിവിന് പാകത്തിന്. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെന്ന് കുറവാണൊക്കെ നമ്മളത് തീരുമാനിക്കുന്നത് അല്ലേ. അപ്പം ഇച്ചിരി എരിവ് മുന്നോട്ട് വേണമെങ്കിൽ അതനുസരിച്ച് കുരുമുളക് പൊടി ഇട്ടാൽ മതി. കുരുമുളക് പൊടിയൊക്കെ ചേർത്തില്ല പിന്നെ എന്ത് താറാവ് വരും അല്ലേ. ഇനി നമുക്ക് തീ ഒരല്പം കുറച്ച് വെക്കാം. അതിന് ശേഷം ഒരു തേങ്ങയുടെ 2-ാം പാലാണിത്. ഈ 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇളകി. താറാവ് കോഴിയെപ്പോലല്ല, താറാവിന് അല്പം വേവുള്ളതാണ് കേട്ടോ. 2-ാം പാൽ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ അടയ്ക്കണം. ഇനി വേകേണ്ടത് 2-ാം പാലിനകത്ത്. ആ 2-ാം പാലിനകത്ത് കിടന്നൊന്ന് വേകട്ടെ. ഏകദേശം വേകാൻ സാധ്യതയുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ആഹാ, ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കുത്തി നോക്കണം കേട്ടോ. ഇത് വെന്തോന്ന് നോക്കണം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. തീ ഏറ്റവും ചെറുതായിട്ട് വെക്കുക. അല്ല കട്ടിക്ക് 1-ാം പാലോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി. 1-ാം പാൽ ഒഴിച്ചത് നല്ലോണം ചൂടായതിന് ശേഷം അടുപ്പൊക്കെ നിർത്താം. പിന്നെ എന്തായാലും പോരാഴികൊണ്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. എരിവോ ഉപ്പോ ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം, മസാലയൊക്കെ. ഇനി ഇത് ഒന്ന് അടച്ചു വെക്കണം. അടുപ്പൊക്കെ നിർത്തിയിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ലാസ്റ്റ് ഫൈനലൊരു പരിപാടിയുണ്ട്. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ താറാവ് റെഡിയാവും. ഈ അടുപ്പൂടെ കത്തിച്ച ശേഷം നമുക്കൊരു ചീരച്ചട്ടിയോ പാനോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെക്കുക. ചൂടായ ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായ ശേഷം ഒരല്പം കൊച്ചുള്ളി അരിഞ്ഞത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ഒരു 3-4 വറ്റൽമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ താളിയിലൊക്കെ കഴിഞ്ഞു. നമുക്ക് ഈ താളിച്ചത് അങ്ങോട്ട് വയ്ക്കും. പാലപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ താറാവ് കറിയാണ്. അല്ല, താറാവ് കഴിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞ് നല്ല നാടൻ രീതിയിലുള്ള ഒരു താറാവ് കറി നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ താളിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിരുന്നതാണ്. ഇനി തുറക്കണം. ഇച്ചിരി താറാവ് കറി ഇങ്ങോട്ട് എടുക്കുക. ഈ പാലപ്പത്തിനകത്തോട്ട് ഒരല്പം താറാവ് കറി അങ്ങോട്ട് വയ്ക്കും.
ചാറൂടെ അങ്ങോട്ട് ഒഴിക്കും. നമുക്കറിയാമല്ലോ ഈസ്റ്ററിന് 50 നോയമ്പെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ് ആ നോയമ്പ്. ആ നോയമ്പല്ല കഴിഞ്ഞ് എല്ലാവരും അല്ലേ കുടുംബമൊക്കെ ആയിട്ട് ഒത്തുകൂടുന്ന സമയമാണ് ഈസ്റ്റർ എന്ന് പറഞ്ഞത്. വിഭവസമൃദ്ധമായ ഐറ്റങ്ങളൊക്കെ എല്ലാ വീടുകളിലും കാണും. പ്രത്യേകിച്ച് നോയമ്പ് പിടിച്ചവർക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ആവേശമായിരിക്കും ഈ സമയം. കാര്യം ഒന്ന് മീനും ഇറച്ചിയൊന്നും കഴിക്കാതിരിക്കുന്നതല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താറാവ് കറി ചെയ്യാൻ അറിയാൻ പേച്ചറുണ്ടെങ്കിൽ ഈ രീതി ചെയ്ത് നോക്കിക്കോ. പൊളി ഐറ്റം. താറാവ് കറിയൊക്കെ കൂട്ടി ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ ചെയ്തുകൊണ്ട് പറയല്ല, കറി കാണുമ്പോൾ അറിയാം. ഉഗ്രം കറിയാണ്. എല്ലാവരും ഈസ്റ്ററൊക്കെ അയച്ചു കൊടുത്തോണം കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഇതൊന്ന് കഴിക്കട്ടെ. വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.